വിശ്വകിരീടമില്ലാതെ ഫുട്ബോളിലെ വിശ്വനായകൻ വിടവാങ്ങി. കാൽപന്തിന്റെ മോഹകിരീടം ഇത്തവണ റോണോയുടെയും കൂട്ടരുടെയും കൈകളിലെത്തണമെന്ന് ലോകം കൊതിച്ചിരുന്നു. ആ പ്രതീക്ഷ ഡാളസിലെ പുൽമൈതാനത്ത് പൊലിഞ്ഞു വീണു. സർവ്വ കിരീടങ്ങൾക്കുമപ്പുറം ലോകമെങ്ങുമുള്ള ആരാധകരുടെ മനസ്സിൽ തിളങ്ങുന്ന നക്ഷത്രമായി പ്രിയപ്പെട്ട റോണോ എക്കാലവും നിലകൊള്ളും. ഏതൊരു ടീമും പരിശീലകനും കൊതിക്കുന്ന താരം, ഏതൊരു രാജ്യവും കൊതിക്കുന്ന പൗരൻ, ഏതൊരു അമ്മയും കൊതിക്കുന്ന മകൻ, ഏതൊരു കുട്ടിയും കൊതിക്കുന്ന റോൾ മോഡൽ. ഒരു മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണതയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേരിയോ. ആ കൈകളിൽ ഒരിക്കലെങ്കിലും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ലോക കിരീടമാകും വിഷമിക്കുന്നത്. അത്രമേൽ ലോക ഫുട്ബോളിൻ്റെ മറുപേരായ ഔന്നത്യമാണ് CR7. ലോകകപ്പിലെ വമ്പന്മാരുടെ പ്രീ ക്വാർട്ടർ പോരിൽ അവസാന നിമിഷം വഴങ്ങിയ അപ്രതീക്ഷിത ഗോളിലാണ് അയൽക്കാരായ സ്പെയിനു മുൻപിൽ പോർച്ചുഗൽ വീണത്. അതുവരെ സ്പാനിഷ് അർമാഡയെ കരുതലോടെ തടുത്ത പറങ്കി പ്രതിരോധത്തിൻ്റെ ഒറ്റപ്പിഴവ്, അതിൽ പൊലിഞ്ഞത് ലോകം കാത്തുവച്ച ഉന്മാദ സ്വപ്നമാണ്. പോർച്ചുഗൽ എന്ന രാജ്യം ഫുട്ബോൾ കളത്തിൽ തലപ്പൊക്കത്തോടെ നിന്നത് റോണോയുടെ ചുമലിലേറിയാണ്. ഒരു കാലത്ത് ലോകവേദിയിൽ വല്ലപ്പോഴും വിരുന്നെത്തിയിരുന്ന ടീമിനെ എതിരാളികൾ ഭയക്കുന്ന പതിവുകാരാക്കിയത് അയാൾ പകർന്ന ഊർജവും ആവേശവുമാണ്. അത് ലാൻഡിക്കിലെ മദീര എന്ന കൊച്ചുദ്വീപിൽ ഉദിച്ചുയർന്ന നക്ഷത്രം ലോകമെങ്ങുമുള്ള കുരുന്നുകളെ കളത്തിലേക്ക് കൈനടത്താൻ മാത്രം കരുത്തുറ്റ പ്രചോദനമാണ്. ഫുട്ബോളിലൂടെ ആ മനുഷ്യൻ സൃഷ്ടിച്ച വൈകാരികതയുടെ അതിഗംഭീരമായ ഒരു തലമുണ്ട്. അതുതന്നെയാണ് റോണോ ലോകത്തിനു നൽകിയ ഏറ്റവും വലിയ സംഭാവന. ഒരു കായിക താരം എങ്ങനെയായിരിക്കണം എന്നതിന് ഇതിലും വലിയ ഉദാഹരണമില്ല. കളത്തിലും പുറത്തും ആത്മവിശ്വാസത്തിൻ്റെ അങ്ങേയറ്റമാണ് റോണോ. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാരെന്ന ചോദ്യത്തിന് അത് ഞാനാണെന്ന് പറയാൻ കാണിക്കുന്ന ചങ്കൂറ്റത്തെ പലരും അഹങ്കാരമായി വിലയിരുത്തി. എന്നാൽ പട്ടിണി ഭയന്ന് ഗർഭാവസ്ഥയിൽ ഒരമ്മ ഇല്ലാതാക്കാൻ ശ്രമിച്ച, പട്ടിണി കാരണം ശരിക്കൊന്ന് പന്തു തട്ടാൻ പോലും കഴിയാതിരുന്ന ബാല്യം അതിജീവിച്ച റൊണാൾഡോ എന്ന വ്യക്തിക്ക് അങ്ങനെ പറയാൻ എല്ലാ യോഗ്യതയുമുണ്ട്. ഫുട്ബോളിൽ അയാൾ നടന്നുകയറിയ പരമപദം അത്രമേൽ ഉയരെയാണ്. മറ്റാർക്കും അപ്രാപ്യമായ കഠിനാധ്വാനമായിരുന്നു റോണോയുടെ ഏറ്റവും വലിയ കൈമുതൽ. പ്രതിഭാശാലി എന്നതിനപ്പുറം കഠിന തപസ്യയ്ക്ക് തുല്യമായ പരിശ്രമത്തിലൂടെ ഉരുക്കിയുറപ്പിച്ചതാണ് ആ കളിജീവിതം. ഇംഗ്ലണ്ടിലും സ്പെയിനിലും ഇറ്റലിയിലും ആ കളിമിടുക്ക് തീർത്ത അതിശയങ്ങൾ കാൽപന്തിനെ പ്രണയിക്കുന്നവർക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയില്ല. ഡ്രിബ്ലിങ്ങിലും ഹെഡിങ്ങിലും ഡെഡ് ബോൾ കിക്കിലും പകരക്കാരനില്ലാത്ത പ്രതിഭാസമായിരുന്നു. കിക്കെടുക്കാൻ നേരം കാലുകൾ അകത്തി നെഞ്ചുവിരിച്ചുള്ള നിൽപ്പും വേഗത്തിലുള്ള ശ്വാസമെടുപ്പും ലോകം അനുകരിക്കുന്ന സിയു ഗോളാഘോഷവും ഒരു കാലത്തും മറക്കാനാകില്ല. 25 വർഷത്തിലധികം നീണ്ട പ്രൊഫഷണൽ കരിയറിൽ കാലത്തിനും പ്രായത്തിനുമനുസരിച്ച് കളിശൈലി മാറ്റി അധികപ്പറ്റാവാതെ കളത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞുവെന്നതാണ് റോണോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രായം 42ഓടടുത്തിട്ടും കളിയോടുള്ള ആർത്തിക്ക് തരിമ്പും കുറവില്ല. കാരണം അയാൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ്. കളിക്കളത്തിൽ സ്വന്തം കൂട്ടുകാർ ഒറ്റിയപ്പോഴും ലോകമെങ്ങുമുള്ള കൊടും വിരോധികൾ ആക്ഷേപങ്ങൾ കൊണ്ട് മൂടിയപ്പോഴും റോണോ ഉയർത്തെഴുന്നേറ്റത് കഠിനാധ്വാനത്താൽ കടഞ്ഞെടുത്ത ആത്മവിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ്. കളിക്കളത്തിൽ എന്നും ഒന്നാമനായിരിക്കണമെന്നത് അയാൾ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ അതികഠിനമായി പ്രയത്നിച്ചിരുന്നു. അതുകൊണ്ടാണ് കൂടെ കളിച്ചവർ കളം വിട്ട് 5ഉം 10ഉം വർഷം കഴിഞ്ഞും ആവേശം കടുകോളം ചോരാതെ അയാൾ ഇന്നും പന്തു തട്ടുന്നത്. ക്ലബ് ഫുട്ബോളിൽ ഇനിയും ആ കാലുകൾ കരുത്തറിയിക്കും. കളത്തിൽ മാത്രമല്ല പുറത്തും തികഞ്ഞ പോരാളിയായ റോണോയോട് അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന് ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല. ഫിഫയുടെ പരസ്യദാതാക്കളായ ആഗോള കുത്തക വമ്പന്മാരുടെ ആസ്ഥാനമായ രാജ്യങ്ങൾ നടത്തുന്ന അനീതിക്കെതിരെ എന്നും ശബ്ദിച്ചു. ആരോഗ്യത്തിന് ഹാനികരമായ കുത്തകകളുടെ ശീതളപാനീയങ്ങളോടുള്ള വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു. അധിനിവേശ ഭീകരതയുടെ ഇരകളായ കൊച്ചു രാജ്യങ്ങളോട് എന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ലോക ഫുട്ബോളിനെ കൈപ്പിടിയിലാക്കിയിരുന്ന ഫിഫയിലെ ബിസിനസ് മേലാളന്മാർക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ കഴിയും? കുഞ്ഞുനാളിൽ ഭക്ഷണത്തിനായി ഹോട്ടലുകളുടെ പിന്നാമ്പുറത്ത് കാത്തിരുന്ന മനുഷ്യന് പാവപ്പെട്ടവൻ്റെ വേദനകൾ മറന്ന് ആരെയും തൃപ്തിപ്പെടുത്തുന്ന വിട്ടുവീഴ്ചകൾ അസാധ്യമായിരുന്നു. ആ മനസ്സ് എന്നും വേദനിക്കുന്നവനൊപ്പമായിരുന്നു. റോണോ, നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ തോൽക്കുകയുമില്ല. കാരണം ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്.